ഇത് ക്ഷേത്രം കഴിഞ്ഞാൽ നടുവിൽ മണ്ഡപം കാണാം, ചുറ്റമ്പലം കാണാം, വാതിൽമാടം കാണാം, ബലിക്കൽപുര കാണാം. അത് കഴിഞ്ഞാൽ ദീപസ്തംഭം, കൊടിമരത്തിന്റെ സ്ഥാനമുണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് എന്തുണ്ട്? ക്ഷേത്രത്തിന്റെ ഒരു ചുറ്റുമതില്. ഈ ക്ഷേത്രത്തിലെ ഭഗവാന്റെ ചൈതന്യം ക്ഷേത്ര മതിൽക്കകത്ത് നിറഞ്ഞു നിൽക്കുകയാണ്. ഇവിടെ വന്ന് നമ്മൾ ആധ്യാത്മികമായിട്ട് നമ്മൾ ക്ഷേത്രത്തിൽ വരുന്ന ചിട്ടയോടുകൂടി വന്നാൽ, ആ പാലിക്കേണ്ട കൃത്യമായ ആചാരങ്ങളോട് അനുഷ്ഠാനങ്ങളോടുകൂടി വന്ന് പ്രാർത്ഥിച്ച് കൃത്യസമയത്ത് അല്പം ഭഗവാന്റെ മുന്നിലേക്ക് വരുമ്പോൾ എങ്ങനെ വരണം? വെറും കയ്യാലെ വീശി വരും. നമുക്കൊക്കെ അറിയാം, എന്തെങ്കിലും നമ്മൾ കൊണ്ടുവരണം ക്ഷേത്രത്തിലേക്ക് വരുമ്പോൾ. എന്തായാലും കുഴപ്പമില്ല. ഇനിയിപ്പം 1 ലിറ്റർ എണ്ണ കൊണ്ടുവന്നാലും കുഴപ്പമില്ല, കുറച്ച് പുഷ്പങ്ങൾ കൊണ്ടുവന്നാലും കുഴപ്പമില്ല, എന്തെങ്കിലും ദ്രവ്യം, ഇനിയിപ്പോ ഭണ്ണാരത്തിൽ പണം ഇടാൻ വേണ്ടി ഏതായാലും കുഴപ്പമില്ല. വെറും കയ്യാലെ നമ്മൾ എവിടെ വരരുത്? ക്ഷേത്രത്തില് വരാൻ പാടില്ല. ക്ഷേത്രത്തിൽ മാത്രമല്ല, നമ്മൾ ഗുരുനാഥന്മാരെ കാണാൻ പോകുമ്പോൾ അങ്ങനെ പോവാറില്ല. പണ്ടൊന്നും ഗുരുനാഥന്മാരെ കാണാൻ പോകുന്ന സമയത്ത്, ക്ഷേത്രങ്ങളിൽ പോകുന്ന സമയത്ത്, ചെറിയ കുട്ടികളുള്ള വീടുകളിൽ പോകുന്ന സമയത്ത്, പ്രായമായ ആളുകളെ കാണാൻ പോകുന്ന സമയത്ത്, ഗർഭിണിയെ കാണാൻ പോകുന്ന സമയത്തൊക്കെ നമ്മൾ പോവും? ഇല്ല, വെറും കയ്യാലെ പോവില്ല. അപ്പൊ എന്തെങ്കിലും ഒരു കാര്യമായിട്ട് വേണം നമ്മൾ അവിടെ ഭഗവാന്റെ അടുത്തേക്ക് നമ്മൾ ചെല്ലാൻ. അവിടെ ചെന്നിട്ടോ നമ്മൾ എന്താ ചെയ്യേണ്ടത്? പ്രദക്ഷിണം വെക്കണം, നാമം ജപിക്കണം. അവിടെ ചെന്നു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത്, ആദ്യം തന്നെ ഭഗവാന് എന്തെങ്കിലും ഒന്ന് സമർപ്പിച്ചിട്ട് വേണം തൊഴുക. നമ്മൾ കാര്യം പറയാനല്ലേ വരുന്നത്, പ്രാർത്ഥിക്കാനാണ്. എല്ലാവരും വരുന്നത് നിഷ്കാമമായ ഭക്തിയോടുകൂടി ഒരു കാര്യം പറയാതെ നാമം ജപം മാത്രം മനസ്സിൽ വെച്ച് വരുന്ന ആളുകൾ വളരെ കുറവാണ്. അപൂർവം ചില ആൾക്കാരൊക്കെ ഉണ്ടാവും. എന്ത് കിട്ടണമെന്നൊന്നും വിഷയമല്ല, ഭഗവാന്റെ മുന്നിൽ നാമം ജപിക്കുക, നമ്മുടെ ആത്മസമർപ്പണം, ഭഗവാനെ എന്നെ തന്നെ അങ്ങോട്ട് സമർപ്പിക്കുക എന്നുള്ള രീതിയിലൊക്കെ വരുന്ന ആളുകൾ അപൂർവമാണ്. നമ്മൾ എന്തായാലും നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ക്ഷേത്ര ഭണ്ഡാരത്തിൽ കാണിക്കയിടുക. എന്നിട്ട് ഭഗവാൻ അത് അല്ലെങ്കിൽ കൊണ്ടുവന്ന വസ്തു എന്തായാലും അവിടെ സമർപ്പിച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ പ്രാർത്ഥിക്കുന്നു, നാമം ജപിക്കുന്നു, കൃത്യമായിട്ട് പ്രദക്ഷിണം വെക്കുന്നു. പ്രദക്ഷിണം വെക്കുമ്പോൾ എങ്ങനെ വേണം അറിയാലോ? ബലിക്കലിന്റെ പുറത്തുകൂടി വേണം പ്രദക്ഷിണം വെക്കാൻ. ശ്രീകോവിലിനും ബലിക്കലിനും ഇടയിലേക്ക് നമ്മൾ കയറാൻ പാടില്ല. കാരണം എന്താ? ഈ ബലിക്കലിന്റെ മുകളിലൊക്കെ ദേവചൈതന്യങ്ങളുണ്ട്. അഷ്ടദിക്പാലകന്മാര് എന്ന് പറഞ്ഞ സങ്കല്പത്തില് ഇതിപ്പോ ഇവിടെ പടിഞ്ഞാറ് ഭാഗത്തേക്കാണ് നട. പടിഞ്ഞാറ് ഭാഗത്തേക്ക് നടയാവുമ്പോൾ ശ്രീകോവിലിന്റെയും മണ്ഡപത്തിന്റെയും നടുവിലുള്ള ബലിക്കലിന്റെ മുകളിൽ വരുണൻ എന്ന് പറഞ്ഞ ദേവചൈതന്യമാണ്. പിന്നെ ആ കോണിൽ വായു, അതേപോലെ സോമൻ, വൈശ്രവണൻ, ഈശാനൻ, ഇന്ദ്രൻ, അഗ്നി തുടങ്ങിയ ദേവതമാരും. പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാലും ബലിക്കല്ലുകൾ കാണാം. ഇവിടെ ബലിക്കൽ പുരയിൽ തന്നെ വലിയ ബലിക്കലുണ്ട്. ഈ വലിയ ബലിക്കലിന്റെ സങ്കല്പം അവിടെ കുറച്ച് സേനാ നായകന്മാരും സേനാധിപതിയുമാണ്. വലിയ ബലിക്കല് മഹാവിഷ്ണുവിന്റെ സേനയുടെ അവരുടെ ഭടന്മാരുടെ നേതാവാണ്. അവിടെ ഹരിസേനൻ എന്നാണ് വലിയ ബലിക്കലിന്റെ മുകളിലുള്ള ദേവന്റെ പേര്. അതിന് ചുറ്റും കുറെ ദേവന്മാരുണ്ട്, കുറെ ചെറിയ ബലിക്കല്ലുകളുണ്ട്. കുമുദൻ, കുമുദാക്ഷൻ, പുണ്ടരീകൻ, വാമനൻ, ശംഖുകർണൻ, സർവനേത്രൻ, സുമുഖൻ, സുപ്രതിഷ്ഠ എന്നൊക്കെ പറഞ്ഞ ദേവഗണങ്ങളാണ് അതിന്റെ ചുറ്റിലും ഉള്ളത്. അവിടെ അങ്ങനെ നമ്മൾ അതിന് ചുറ്റും നമ്മൾ പ്രദക്ഷിണം വെച്ച് നമ്മൾ നാലമ്പലത്തിന്റെ പുറത്തുകൂടി പ്രദക്ഷിണം വെക്കുമ്പോൾ അവിടെയും ബലിക്കല് കാണാം. ഈ ബലിക്കലിന്റെ പുറത്തുകൂടി പ്രദക്ഷിണം വെക്കാൻ പാടുള്ളൂ. അതിനനുസരിച്ചാണ് ഇവിടെ ഈ പ്രദക്ഷിണ വരി നിർമ്മിച്ചത്. ഇതിൽ കൂടിയല്ലേ നമ്മൾ പോവുള്ളൂ. ഇങ്ങനെ പ്രദക്ഷിണം വെച്ച് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? തിരുമേനിയുടെ കയ്യിൽ നിന്നും നമ്മൾ പ്രസാദം വാങ്ങേണ്ടത്.